मसीह सलाम देना चाहता हूँ। ആ, എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവത്തിന്റെ സന്നദ്ധി ദൈവവചനമായി വരുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യങ്ങളെ തരുന്നു. मौजूद सारे परमेश्वर के अभिषिक्त दासों के लिए प्रभु को धन्यवाद करते हो और एक साथ जो ये प्रभु ने समय दिया है इसके लिए उसे बहुमूल्य समझते हुए परमेश्वर के समक्ष शुक्रगुजार हूँ। സിസ്റ്റർ എന്നെ ഒന്ന് കോ ഹോസ്റ്റ് ആക്കണേ. शरीर ഓക്കെ. ചെയ്ത് മാസ്റ്റർ ഓക്കെ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒരുമിച്ച് ദാനിയേല് ആൻഡ് റെവലേഷന്റെ ക്ലാസ്സിലാണ്. हम मिलकर दानियल और रेवलेशन का क्लास में हैं। ഇതിന്റെ 9ാമത്തെ അധ്യായം ദാനിയേൽ പ്രവചനം 9ാം അധ്യായമായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. पिछले सप्ताह हमने दानियल का किताब 9 अध्याय का मनन किया। പ്രാരംഭമായിട്ട് ആദ്യം അധ്യായം മുതലുള്ള ഒന്നും ഞാൻ ഇന്നിവിടെ റിപ്പീറ്റ് ചെയ്യാതെ വേഗത്തിൽ ഈ മുന്നോട്ടുള്ള പഠനത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. इससे पहले जो कुछ भी हमने सीखा है अध्याय से मैं कुछ भी दोहराना नहीं चाहता हूँ, जल्दी आगे की ओर बढ़ने की आग्रह कर रहा हूँ। നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ദൈവമക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന അതിശക്തവും പ്രധാനവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ദാനിയേലിന്റെ പ്രവചന പുസ്തകം. दानियल का पुस्तक मसीह लोगों के लिए बड़ा आशीषिक और बहुत महत्वपूर्ण पुस्तक है। ഈ പ്രവചന പുസ്തകം മാത്രം മതി നമ്മുടെ കർത്താവിന്റെ പ്രവൃത്തി ആരംഭം മുതൽ ഈ ഭൂമിയുടെ അവസാനം വരെയും മാനവജാതിയോടുള്ള ബന്ധത്തിലും ഒക്കെ അറിയാനായിട്ട് ഈ ഒരൊറ്റ പുസ്തകം മാത്രം മതി. परमेश्वर का जो योजना है इस पृथ्वी के शुरुआत से लेके आखिर तक मानव जाति के लिए उनकी जो भी उद्देश्य और योजना है ये सब कुछ जानने के लिए ये एक ही किताब काफी है। വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്റ്റഡിയാണ് ഈ ദാനിയേൽ ആൻഡ് റെവലേഷന്റെ സ്റ്റഡി. आशीषित वचन का स्टडी है दोनों दानियल का पुस्तक और प्रकाशित वाक्य. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ അതിനെപ്പറ്റി വളരെ ആഴമായിട്ട് ചിന്തിക്കാനായിട്ട് ദൈവം നമുക്കിടയാക്കി. पिछले दिनों में सब हमको गहराई से इस पुस्तक के कुछ बातों को सीखने के लिए प्रभु ने सहायता की. നമ്മൾ 1ാം അധ്യായത്തിന്റെ അകത്ത് അടിമമുഖത്തിലേക്ക് വന്ന ഇസ്രായേലിനെ പറ്റിയും അപ്പോൾ തന്നെ ദാനിയേലും തന്റെ സഹോദരന്മാരോടുള്ള ബന്ധത്തിലുള്ള വീക്ഷണമായിരുന്നു 1ാം അധ്യായത്തിന്റെ അകത്ത് നമ്മൾ കാണുവാനിടയായത്. अध्याय पहला दानियल का किताब पहला अध्याय से हम गुलामी में गए हुए इस्राएल जन और खासकर दानियल और उसके मित्रों के विषय में हमने देखा. ഓക്കെ. 2ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് നെബൂഖദ്നേസറിന്റെ ആദ്യത്തെ സ്വപ്നം അതിന്റെ വ്യാഖ്യാനം ദാനിയേല് നെബൂഖദ്നേസറിന് പറഞ്ഞു കൊടുക്കുന്നതിനെ കുറിച്ചുള്ള വെളിപ്പാട് നമ്മൾ കണ്ടു. दूसरा अध्याय में हमने नेबुकदनेस्सर राजा का सबसे पहला स्वप्न और दानियल उसे कैसे उसका अर्थ बताता है उसका प्रकटीकरण के विषय में हमने दूसरा अध्याय में देखा. 3ാം അധ്യായത്തിന്റെ അകത്ത് നെബൂഖദ്നേസർ വലിയൊരു ഗോൾഡൻ ഇമേജ് വെക്കുന്നു. അതിന്റെ മുന്നിൽ എല്ലാവരും നമസ്കരിക്കും. പക്ഷെ ശദ്രക് മേശക് അബേദ്നെഗോ ഇവര് നമസ്കരിക്കുന്നില്ല. അവരെ തീച്ചോളയിൽ ഇടുന്ന ഒരു വിഷയമാണ്. तीसरा अध्याय में हम देखते हैं कि नेबुकदनेस्सर राजा ने सोने की एक मूर्त बनाई और वो आज्ञा करता है कि सभी प्रांत के लोग उसका नमस्कार करना, लेकिन दानियल उसके मित्र नहीं करने के कारण उन्हें भट्टी में धधकते हुए भट्टी में डालते. उस विषय में हमने देखा. 4ാം അധ്യായത്തിൽ നെബൂഖദ്നേസറിന്റെ രണ്ടാമത്തെ സ്വപ്നം അഹങ്കാരത്തിന് ദൈവം കൊടുക്കുന്ന ആ മറുപടി. എത്ര പ്രഗംഭനാണേലും മഹാനാണേലും അഹങ്കാരം വന്നാൽ താളടിയാകും, പതനമുണ്ടാകും എന്നുള്ളത് ആ അധ്യായം നമ്മളെ വിവരിക്കുകയാണ്. चौथे अध्याय में हमने नेबुकदनेस्सर राजा का दूसरा स्वप्न दूसरा स्वप्न हमने देखा और फिर परमेश्वर कैसे उसके गर्व को और उसके घमंड का जवाब देता है.
कोई ആ भी व्यक्ति यदि घमंड करता है तो उसका प्रभु उसको कैसे नीचे लेके आता है इस अध्याय में हम देख सकते हैं। യാ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് അഞ്ചാം അധ്യായമാണ്. അഞ്ചാം അധ്യായത്തിൽ വോൾ റൈറ്റിംഗ് ബൈ ഗാഡ്. ബെൽഷസർ ഭയാനകപ്പെട്ടു പോയി. ആ, ഒരു ഒരു കൈപ്പത്തി വന്നിട്ട് തൻ്റെ വോളിൽ എഴുതുകയാണ്, മെനെ മെനെ തെക്ലിനോഫിസ്. അങ്ങനെ ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ പതനം, മിഡോ പേർഷ്യൻ കിങ്ഡം രൂപപ്പെടുന്നതിനെ പറ്റി നമ്മൾ ആ അധ്യായങ്ങളിൽ കാണുന്നു. और पांचवा अध्याय में हम देखते हैं कि परमेश्वर किस समान जो है दीवार पर शब्द लिखते हैं, मैंने तेकेलुफर्सिन। बाबिलोन राज्य, बाबुल का साम्राज्य कैसे नष्ट हो गया और मादी और फारस का साम्राज्य कैसे उत्पन्न हुआ, इस विषय में पांचवा अध्याय बात करता है। ആറാം അധ്യായം മുതൽ ചരിത്ര സംഭവങ്ങൾ വരുന്നു. ഇവിടെ ദാരിയാസ്, പേർഷ്യൻ കിങ്ഡത്തിന്റെ രാജനീതി നമ്മൾ കാണുകയാണ്. ദാരിയാവേഷിന്റെ രണ്ട് ഡിഗ്രീസ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നുണ്ട്. और छठवें आयत में हम देखते हैं कि दारा राजा का दो आज्ञा के विषय में हम देखते हैं। ആറാം അധ്യായത്തിന്റെ അകത്ത് നമ്മൾ കാണുന്നത് വളരെ അത്ഭുതകരമായ വിടുതല് ദാനിയേൽ സിംഹക്കുഴിയിൽ നിന്ന് പുറത്തു വരുന്നതാണ്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഭക്തനെ രക്ഷിക്കുന്ന ദൈവസാന്നിധ്യം ഏത് പ്രതികൂലത്തിനും ഉണ്ടാകുമെന്നുള്ള വെളിപ്പാട് ഈ 3ഉം 6ഉം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. हम देखते हैं कि छठवें अध्याय में कैसे सिंहों के मान से परमेश्वर दानियल को छुटकारा देता है। परमेश्वर के लिए जो कोई भी खड़े रहता है उनको परमेश्वर किस समान छुटकारा देता है, ये अध्याय 3 और 6 के द्वारा हम देखते हैं। ഏഴാം അധ്യായം ദാനിയേലിന്റെ ആദ്യ സ്വപ്നമാണ്. ഇവിടെ ദൂതൻ തനിക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. 7वां अध्याय में दानियल का सबसे पहला स्वप्न और स्वर्गदूत उसका अर्थ के समान बताते हैं, इस विषय में प्रकटीकरण है। രണ്ടാം അധ്യായം ഏഴാം അധ്യായത്തിന്റെ അകത്ത് നെബൂഖദ്നേസറിന്റെയും ദാനിയേലിന്റെയും സ്വപ്നം ഒരുപോലെ തന്നെയാണ്. ബാബിലോണിയ സാമ്രാജ്യം മുതൽ വരാൻ പോകുന്ന സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള ആഴമായിട്ടുള്ള വെളിപ്പാട് ആ അധ്യായങ്ങളിൽ വർണ്ണിച്ചിരിക്കുകയാണ്. दूसरा अध्याय और 7वां अध्याय में हम देखते हैं कि अम, कैसे नेबुकदनेस्सर राजा और दानियल का स्वप्न एक समान बेबीलोन साम्राज्य से लेके आने वाले सारे साम्राज्य के विषय में प्रकाशन है। ഓക്കെ. എട്ടാം അധ്യായത്തിന്റെ അകത്ത് ദാനിയേലിന്റെ രണ്ടാമത്തെ സ്വപ്നം, അതിന് സ്വർഗദൂതൻ പിന്നെയും വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അത് മിഡോ പേർഷ്യൻ കിങ്ഡവും അപ്പോൾ തന്നെ യവന രാജ്യത്തിന്റെയും ആ വിഷയം ദാനിയേൽ കാണുന്നു. और 8वां अध्याय में हम देखते हैं दानियल का दूसरा स्वप्न, मेदी फारस और യുനാനി. यूनानी साम्राज्य के विषय में। Yeah. പിന്നെ നമ്മൾ 9ആം അധ്യായമായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് 9ആം അധ്യായമായിരുന്നു. അതിൻ്റെ അകത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഫസി. അത് 70 ആഴ്ചവട്ടത്തെ കുറിച്ചുള്ളതായിരുന്നു. അത് നമ്മൾ ധ്യാനിക്കുവാനിടയായി. और पिछले सप्ताह हमने जो है 9वां अध्याय का प्रमुख विषय जो है 70 सप्ताह उसके विषय में पढ़ा है। ഓക്കെ. 10ആം അധ്യായത്തിന്റെ അകത്ത് ദാനിയേൽ 21 ദിവസം ഫാസ്റ്റിംഗ് എടുക്കുന്നു. സ്വർഗ്ഗദൂതൻ തന്റെ അടുക്കൽ നിന്ന് തന്നെ ബലപ്പെടുത്തുന്നു. ആ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നു. പിന്നെ 11ആം അധ്യായത്തിന്റെ അകത്ത് ആഗമനമായ ഒരു പ്രോഫറ്റിക്കൽ ഒരു ചാപ്റ്റർ തന്നെയാണ്. 12ആം അധ്യായത്തിന്റെ അകത്ത് ദാനിയേല് അതിൻ്റെ ജീവിതത്തിന്റെ സമാപ്തിയുടെ വിഷയം നമ്മൾ കാണുകയാണ്. അതിൻ്റെ അകത്ത് മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്നും വിവരിച്ചിരിക്കുന്നു. और 10वां अध्याय में हम दानियल का 21 दिन का उपवास प्रार्थना, उसमें स्वर्गदूत कैसे आकर उसको दर्शन देते हैं उस विषय में। 11 अध्याय भी एक भविष्यवाणी का अध्याय है। 12 अध्याय में दानियल का जीवन का आखिर का समय और मृत्यु के पश्चात वाला जीवन के विषय में बताया गया है। ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ഈ 70 വീക്സ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച ശേഷം
നമ്മൾ 70 വീക്സിലേക്ക് 70 ആഴ്ചവട്ടത്തിലേക്ക് കടന്നു വരുവാണ്. യാ Pastor, ഒരു മിനിറ്റ്. യാ ഓക്കെ. हम लोग 70 सप्ताह के विषय में जो है पढ़ते आ रहे हैं. ആ അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പൂർത്തീകരിക്കുവാനിടയായി 70 ആഴ്ചവട്ടത്തിന്റെ പഠനം. 70 सप्ताह का विषय जो है हमने पिछले सप्ताह कवर कर दिया है. അതിനകത്ത് 3 തലമായിട്ട് 3 തലത്തിൽ നമ്മൾ അതിനെ ചിന്തിക്കുവാനിടയായി. ആദ്യത്തെ ആ, ആ, 7 ആഴ്ചവട്ടം, അത് കഴിഞ്ഞിട്ടുള്ള 62 ആഴ്ചവട്ടം, പിന്നെ അവസാനത്തെ ഒരാഴ്ചവട്ടത്തെ കുറിച്ച് മൂന്നായിട്ട് ഈ 70 ആഴ്ചവട്ടത്തെ തിരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ. 70 सप्ताह जो है अलग स्तर में हमने सीखा. वो 70 सप्ताह को 3 भागों में किया गया. सबसे पहला 7 सप्ताह, उसके बाद 62 और आखिर का 1 सप्ताह. യാ ഓക്കെ. അങ്ങനെ 490 വർഷത്തിൽ നടന്ന സംഗതികളെ കുറിച്ചുള്ള ആ വിഷയങ്ങൾ ആ ആ, ആ, സമയങ്ങളിൽ നടക്കപ്പെടുവാനിടയായി. എന്നാൽ ആദ്യത്തെ 2 എണ്ണം സംഭവിച്ചു കഴിഞ്ഞു. ഇനി അവസാനത്തെ ഒരു ആഴ്ചവട്ടം നടക്കാൻ പോകുന്നതാണ്. तो पहला 7 सप्ताह और दूसरा जो 62 सप्ताह, ये दोनों जो है बीत चुका है. अभी होने वाला आखिर का 1 सप्ताह का घटनाएं हैं. ആ ഈ നമ്മള് ആ 490 വർഷത്തിന്റെ പഠനത്തിന് ശേഷം അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കുവാനിടയായി. അഭിഷിക്തൻ ഛേദിച്ചതിന് ശേഷമുള്ള ഒരു ശൂന്യതയെക്കുറിച്ച് ദാനിയേൽ 26 അവസാനം പറയുന്നുണ്ട്. ആ ഒരു ശൂന്യതയിൽ ചർച്ച് ഏജ് ആണ്, കൃപായുഗമാണ്. അത് നമ്മൾ പഠിക്കുവാനിടയായി. അത് കൃപായുഗം തീരുന്ന ആ സമയമാകുമ്പോൾ അപ്പോൾ തന്നെ റാപ്ചർ കഴിഞ്ഞ ശേഷം പിന്നെ അവസാനത്തെ ഒരു ആഴ്ചവട്ടം തുടങ്ങും എന്നായിരുന്നു നമ്മൾ പഠിച്ചു നിർത്തിയത്. ഓക്കെ, എല്ലാം പിടികിട്ടില്ല പാസ്റ്റർ, പേടിയിട്ടില്ല. കുറച്ച് പറയണം. ओके. सबसे पहला जो है 490 वर्ष जो है बीत चुका है. और उसके बाद अभिषिक्त पुरुष का काटा जाएगा जो कहा, वो भी हो चुका है. मतलब मसीहा का घात होना ये संभव हो चुका है. उसके बाद एक काल है. वो जो शून्य काल जो है कलीसिया का समय, चर्च एज करके जाना जाता है. और അത് കഴിഞ്ഞ് हाँ, പാസ്റ്റർ. उसके बाद റാപ്ചർ रहेगा. റാപ്ചർ के बाद അവസാനത്തെ ഒരാഴ്ചവട്ടം ആരംഭിക്കുന്നു എന്നായിരുന്നു നമ്മൾ പഠിച്ചു നിർത്തിയത്. ओके, हमने यहाँ तक पढ़ा कि वो जो कलिसिया का समय जो है, चर्च एज के बाद जो है रैप्चर होगा. और उसके बाद जो है आखिर का 1 सप्ताह शुरू होगा. ഓക്കെ. 7 വർഷം ഒരു 1 सप्ताह. ആഴ്ചവട്ടത്തെ 7 വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. ആ. सो 1 सप्ताह जो है वो 7 वर्ष करके जाना जाता है. അപ്പോൾ അങ്ങനെ ആ ഒരു വർഷത്തിന്റെ വിഷയം നമ്മൾ വന്നപ്പോഴായിരുന്നു നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യാനിടയായി. അപ്പം അവസാനത്തെ 7 വർഷം രണ്ടായിട്ട് വിഭാജിച്ചിരിക്കുന്നു എന്നും നമ്മൾ പഠിക്കുവാനിടയായി. രണ്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. सो आखिर का 1 सप्ताह जो 7 वर्ष का काल है, उसे 2 भागों में जो है डिवाइड किया है. അത് 3.5 വർഷത്തെ ആദ്യ ഭാഗം, രണ്ടാമത്തെ 3.5 വർഷം, അങ്ങനെ രണ്ടായിട്ട് വിഭാജനം ചെയ്തിരിക്കുകയാണ്. 7 वर्ष जो है सब कैसे डिवाइड किया? पहला 3.5 वर्ष, फिर आखिर का 3.5 അപ്പം वर्ष. ഉപദ്രവകാലവും മഹാഉപദ്രവകാലവും കൂടെ അതാണ് ട്രിബുലേഷൻ ആൻഡ് ഗ്രേറ്റ് ട്രിബുലേഷന്റെ സമയമാണത്. वो ऐसा जाना जाता है कि उपद्रव का काल पहला 3.5 वर्ष, फिर आखिर का जो है महाउपद्रव, ट्रिबुलेशन और ग्रेट ट्रिबुलेशन. ആ സമയത്തായിരുന്നു നമ്മൾ ഒരു ചോദ്യം വന്നായിരുന്നു. ഒരു ദേവദാസന്റെ ചോദ്യത്തിന് നമ്മൾ ഒരു ചെറിയ മറുപടി കൊടുക്കും. അപ്പൊ ഞാൻ ഇന്ന് അതിനെപ്പറ്റി ഒരു ചെറുതായിട്ടുള്ള ഒരു സൂചന തന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുക.
और पिछले सप्ताह हमने देखा कि परमेश्वर के दास ने एक सवाल किया, उसका जवाब देने के बाद आज एक सूचना के पश्चात मैं जो है क्लास शुरू करना चाहता हूँ। യാ ഇതിനകത്ത് റാപ്ചർ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു വിഷയമാണ് ദൈവസഭയുള്ള ബന്ധത്തിൽ. रैप ഉൽപ്രാവണം. रैप्चर हिंदी എന്താ പാസ്റ്റർ പറയുന്നത്? ഉഠാലിയ ജാന. उठा लिए जाना। कलीसिया को उठा लिया जाना. या कलीसिया का जो उठा लिए जाना ये बहुत महत्वपूर्ण विषय है जो या जिसके बारे में मैं कुछ बताना चाहता ആ हूँ। ആ ഒരു വലിയൊരു പ്രത്യാശയിലാണ് കർത്താവിന്റെ ജനം അല്ലെങ്കിൽ ദൈവസഭ ഇങ്ങനെ കാത്തിരിക്കുന്നത്. और वो उठा लिया जाना जो है वो कलीसिया एक बड़ा बाट जो रही है इस विषय को रैप्चर के लिए एक बड़ा बाट जो रही है। ആ, എന്നാൽ റാപ്ചർ എന്നൊരു പദം അല്ലെങ്കിൽ ഒരു ഒരു വേർഡ് ബൈബിളിന്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. लेकिन पवित्र शास्त्र में उठा लिया जाना ये जो शब्द है हम नहीं देखते। റാപ്ചർ എന്ന് പറഞ്ഞ റപ്ചറോ എന്ന ലാറ്റിൻ ഭാഷയിൽ നിന്ന് വന്നാണ്. ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് സഭാപിതാവായിരിക്കുന്ന തെർത്തുല്യനാണ്. तरतुल्यन ആ, रैप्चर जो है लैटिन शब्द रैप्चरोस से मिला है ആ. और ये इसके विषय में सबसे पहले तरतुलियन करके कलीसिया का पिता जाने वाला एक व्यक्ति ने बताया है। ഒരുപാട് തിയോളജിക്കൽ കോൺട്രവേഴ്സി ഉണ്ടായിരുന്ന ആ ഏർലി ചർച്ചില് ഈ റാപ്ചറിനെ പറ്റി ഒരുപാട് കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സഭയുടെ ഉൽപ്രാവണത്തെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുമ്പോൾ തെർത്തുല്യൻ എന്ന് പറയുന്ന സഭാപിതാവ് പറഞ്ഞ് അല്ലെങ്കിൽ പുള്ളിയാണ് ആദ്യമായിട്ട് ഈ വേർഡ് ഉച്ചരിക്കുന്നത് റാപ്ചർ എന്നുള്ളത്. सो पहले अर्ली ശതാബ്ദം. चर्च के समय पहले शताब्दी में जो है ये उठा लिया जाने के विषय में बहुत बड़ा विवाद चलते समय तरतुलियन ने जो है सबसे पहला इस उठा लिया जाना या फिर रप्चर के विषय में सबसे पहले बताया। ഇന്നും റാപ്ചറിനെ പറ്റിയുള്ള അനേക കോൺട്രവേഴ്സികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ കർത്താവ് വരും, എപ്പോഴായിരിക്കും ഉൽപ്രാവണം, ഏത് സമയത്ത് അത് സംഭവിക്കും, സഭ മഹാ ഉപദ്രവ കാലത്തിൽ കൂടെ കടന്നു പോകുമോ, അതിന് മുന്നായിരിക്കുമോ, അത് കഴിഞ്ഞായിരിക്കുമോ, ഒരുപാട് കോൺട്രവേഴ്സി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. आज के काल में या समय में भी उठा लिए जाने कलीसिया का उठा लिए जाने पर जो है बहुत सारे विवाद हम देखते हैं कि वो कब होगा। उपद्रव के काल के पहले होगा या उसके बाद में होगा, कैसे होगा, इस विषय में सब जो है बहुत कंट्रोवर्सी है। അപ്പം പൗലൂസ് ആഴമായിട്ട് തെസ്സലോനിക്ക ലേഖനത്തിന്റെ അകത്ത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, മരണശേഷത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഉൽപ്രാവണത്തെക്കുറിച്ച് സഭയെ പറ്റി ഇങ്ങനെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് തെസ്സലോനിക്ക ലേഖനം 4:16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കടന്നു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നു, പിന്നെ ജീവനോട്ടിരിക്കുന്ന രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിനെതിരേക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്നുള്ള ആ വചനം അത് എപ്പോൾ സംഭവിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കോൺട്രവേഴ്സി ആയിരിക്കുന്നത്. और पौलुस जो है पहला थिस्सलुनी 4 अध्याय का 16 से जो है परमेश्वर प्रभु जो है आप स्वर्ग से उतरेगा, उस समय ललकार होगा, प्रधान दूत का शब्द सुनाई देगा, परमेश्वर की तुरही फूकी जाएगी और जो मसीह में मरे पहले जी उठेंगे और जो जीवित बचेंगे बादलों में उठा लिया जाएगा, हवा में प्रभु से मिलेंगे, इस रीति में सदा पर प्रभु के साथ रहेंगे। इस विषय में बताया और जो है इस रैप्चर के विषय में जो है എന്താ പാസ്റ്റർ ലാസ്റ്റ് പറഞ്ഞ കോൺട്രവേഴ്സി ഇങ്ങനെ അതുപോലെ അതെപ്പോൾ നടക്കുമെന്നുള്ളതാണ്, ഏത് സമയത്തായിരിക്കും എന്നുള്ള ഒരു കോൺട്രവേഴ്സിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. सो ये जो उठा लिया जाना कलीसिया का उठा लिया जाने पर जो है एक बहुत बड़ा विवाद चल रहा है कि ये कब होगा। ഇല്ല, ഉദ്ധാരണിയ ജായക അത് ഉൽപ്രാവണമുണ്ട്. അപ്പോൾ ഉൽപ്രാവണം ഇപ്പോൾ നടക്കും, ഏത് സമയത്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള അനേക ഡിബേറ്റ്സ് നടന്നുകൊണ്ടിരിക്കുക. सो कलीसिया तो निश्चय उठा लिया जाएगा लेकिन ये कब होगा, किस समय होगा, इस विषय में एक बड़ा जो है डिबेट चल रहा है.
ആ അപ്പൊ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് നമ്മളുടെ പെന്റിക്കോസൽ വിശ്വാസം എന്താണ്, അത് നമ്മൾ ഒന്ന് പഠിക്കാൻ പോവുകയാണ്. അത് എന്തുകൊണ്ടാണ് നമ്മൾ സ്ഥാപിക്കാൻ പോകുന്നത്, നമ്മുടെ ഉപദേശം റൈറ്റ് ആണോ എന്ന്. അത് നമ്മൾ ഇപ്പൊ ഇന്ന് ഒന്ന് ചിന്തിക്കാൻ പോകും. सो पेंटिकोस्ट हम जो पेंटिकोस्ट है वो लोग इस विषय में क्या कहते हैं, ये उपदेश सही है क्या? उस विषय में जो है आज हम पढ़ाई करेंगे। ഓക്കെ. ഇതിനെ പറ്റിയുള്ള മൂന്ന് തിയറി ഇന്ന് തിയോളജിയൻസിന്റെ ഇടയിലുണ്ട്. മൂന്ന് തലത്തിലുള്ള തിയറീസ്. कलीसिया के उठा लिए जाने पर तीन थियरी आज आज के समय में തിയോളജിയൻസ് थियोलॉजिस्ट जो है बताते हैं। ഒന്ന്, ആ, മഹോപദ്രവകാലത്തിന് മുൻപേ സഭ എടുക്കപ്പെടും എന്നുള്ള ഒരു തിയറിയുണ്ട്. और सबसे पहला ये कि उपद्रव काल के पहले जो है कलीसिया उठा लिया जाएगा। എന്നിട്ട് ദാനിയേൽ പ്രവചനം 70 ആഴ്ചവട്ടത്തിന്റെ അവസാനത്തെ ആ ഒരാഴ്ചവട്ടത്തിന് മുൻപേ സഭ എടുക്കപ്പെടും എന്നുള്ള ഒരു പഠിപ്പിലുണ്ട്. मतलब आखिर का एक सप्ताह के पहले कलीसिया उठा लिया जाएगा, ऐसा भी एक पढ़ाई है। ഓക്കെ. തോ രണ്ടാമത്തെ തിയറി ഇതാണ്. ആ, ആ അവസാനത്തെ ഒരാഴ്ചവട്ടത്തിന്റെ മധ്യത്തിൽ, മിഡ് ട്രിബുലേഷൻ റാപ്ചർ ആണ്, മധ്യത്തിൽ സഭ എടുക്കപ്പെടുമെന്നുള്ള ഒരു പഠിപ്പിലുണ്ട്. दूसरा थियरी ये है कि आखिर का एक सप्ताह जो है उसके बीच में, उसके मध्य में कलीसिया उठा लिया जाएगा। 3.5 साल के बाद. ഓക്കെ. തോ മൂന്നാമത്തെ തിയറിയാണ് ആ ഒരാഴ്ചവട്ടം കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ പോസ്റ്റ് ട്രിബുലേഷൻ റാപ്ചർ, മഹോപദ്രവകാലത്തിന് ശേഷം സഭയുടെ ഉൽപ്രാവണമാണെന്ന്. और आखिर का थियरी ये कहता है कि महाउपद्रव काल के बाद जो है कलीसिया उठा लिया जाएगा। അപ്പം നമ്മള് ആ, ഈ മൂന്ന് പഠനത്തിലും പഠിപ്പിക്കുന്ന ഒരുപാട് ജനമുണ്ട്, തിയോളജിയൻസ്. പക്ഷെ നാം വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് പ്രീ ട്രിബുലേഷൻ റാപ്ചറിലാണ്. हम जो विश्वास करते हैं, यानी मैं जो विश्वास करता हूँ, पेंटिकोस जो विश्वास करते हैं वो ये है कि उपद्रव काल के पहले कलीसिया यहाँ से उठा लिया जाएगा। അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് വചനത്തിൽ കൂടെ തെളിയിച്ചേ പറ്റത്തുള്ളൂ. और वो क्यों, ये हमें वचन से साबित करना ही होगा। അപ്പം ഈ ബാക്കിയുള്ളവരൊക്കെ അതിനെപ്പറ്റി പറയുമ്പോൾ അവർക്ക് വ്യക്തമായിട്ടുള്ള ആ, വചനങ്ങളില്ല. ഉണ്ട്, പക്ഷെ അതിന് വ്യക്തത കുറവാണ്. പക്ഷെ നാം പ്രീ ട്രിബുലേഷൻ റാപ്ചർ എന്ന് പറയുമ്പോൾ അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരുപാട് ദൈവ വചന വാക്യങ്ങളും പ്രവചനങ്ങളുമുണ്ട്. ओके, बाकी थियोलॉजिस्ट जो है, जो मध्य में होगा या उपद्रव काल के बाद होगा, जो कलीसिया का उठा लिया जाना, उस विषय में जो है सख्त वचन नहीं है। लेकिन हम जो विश्वास करते हैं कि अम, अम, जो उपद्रव काल के पहले कलीसिया उठा लिया जाएगा, उस विषय में सख्त वचन और भविष्यवाणियां के आधार पर है। അപ്പൊ നമുക്ക് പിന്നെ ദാനിയേലിന്റെ പ്രവചനത്തിലേക്ക് ഒന്ന് വരാം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ ആ 70 ആഴ്ചവട്ടത്തിന്റെ ആ ഒരു വിശദാംശം ദൂതൻ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിന്റെ 26-ാം വാക്യത്തിലേക്ക് നമ്മൾ ഒന്നുകൂടെ വരാം. 26. दानियल के पुस्तक में हम लौट के आएंगे 9 अध्याय में, जहां पर गब्रिएल दूत जो है 70 सप्ताह के विषय में दानियल को प्रकाशन करते वक्त उसका 26 वचन, ആ 26 का आखिर में हम आएंगे। ആ, ഒന്ന് 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 വായിച്ചു. उस प्रदान का अंत ऐसा होगा जैसे बाढ़ से होता है, ആ, तो भी उसके अंत तक लड़ाई होती रहेगी, क्योंकि ആ. उसका उजाड़ जाना निश्चय ठान लिया गया है। ഓക്കെ. ഓക്കെ. അപ്പൊ ഇതേക്കോ, അവിടെയാണ് 7 ആഴ്ചവട്ടത്തെ കുറിച്ച് ആദ്യം പറഞ്ഞു, 62 ആഴ്ചവട്ടത്തെ കുറിച്ച് പിന്നെ പറഞ്ഞു, പിന്നെ 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവസാനത്തെ ഒരാഴ്ചവട്ടത്തെ കുറിച്ച് പറയുന്നത്. അങ്ങനെ 70 വീക്സ് ആണ് അവിടെ കാണുന്നത്. हम इस वचन में जो है पहले का 7 सप्ताह, 62, आखिर का एक सप्ताह हम देखते हैं 27 वचन में।
ഓക്കെ, അങ്ങനെ 70 ഇയേഴ്സ്. उस समान 70 അപ്പൊ सप्ताह के विषय में बताया गया है। അപ്പൊ നമ്മൾ എന്തുവാ, പ്രീ ട്രിബുലേഷൻ റാപ്ചറൊക്കെ പഠിക്കാൻ പോവുകയാണ്. അതിനെ നമ്മൾ അത് പ്രൂവ് ചെയ്യാൻ പോവാണ്. और उपद्रव काल से पहले कलीसिया उठा लिया जाएगा, അപ്പൊ ये हम जो है साबित करेंगे। ഒന്ന്, ഈ 70 ആഴ്ചവട്ടം സഭയോടുള്ള ബന്ധത്തിൽ ഒന്നും തന്നെ പറയുന്നില്ല. 70 सप्ताह में कलीसिया के विषय में कुछ भी चर्चा ഈ नहीं സ- हुआ है। ഈ 70 വീക്സിന്റെ അകത്ത് സഭയുമായി ഒരു ബന്ധവും നമ്മൾ കാണും. 70 सप्ताह में कलीसिया के साथ कोई भी संबंध नहीं है। ദൈവം സഭയെ പറ്റി ദാനിയേലിനോട് സംസാരിക്കുന്നില്ല. परमेश्वर जो है दानियल से कलीसिया के विषय में ഈ कुछ भी बात नहीं 70 करता। ആഴ്ചവട്ടം ദാനിയേലും തന്റെ ജനത്തിനോടുമുള്ള ബന്ധത്തിലുള്ള കാര്യമാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. परमेश्वर जो 70 सप्ताह के विषय में दानियल को उसके लोग और पवित्र नगर के विषय में बताते हैं। ഇത് സഭയുമായിട്ടോ സഭയോടുള്ള ബന്ധത്തിലോ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. और ये जो है कलीसिया से संबंधित ही नहीं है। അതെങ്ങനെയാ നമ്മൾ 24ന്റെ അവസാനം കണ്ടോ? 24ന്റെ അവസാനം ഒന്ന് വായിച്ച്, ये 24 साबित വാക്യം. कैसे ആ ये साबित कैसे करेंगे? 24 वचन का आखिर में लिखा है ആ और और നിന്റെ दर्शन ജനം, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും കേട്ടോ 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. കേട്ടോ കേട്ടോ, तेरे लोगों और तेरे पवित्र नगर के लिए 70 सप्ताह ठहराए गए हैं। തേരാ ലോകം എന്ന് പറയുന്ന ആരാ? യഹൂദന്മാരാണ്. പവിത്ര तेरे വിശുദ്ധ लोग നഗരം എന്ന് പറയുന്നത് ജെറുസലേമാണ്. तेरे लोग का अर्थ है दानियल के लोग, पवित्र नगर यरूशलेम के विषय ഓക്കെ, में അപ്പൊ बात कर रहे ഇത് സംസാരിക്കുക ഈ 70 ആഴ്ചവട്ടം ഇസ്രായേലിനോട്, യഹൂദിനോടും യെരൂശലേമിനോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ്, ഈ സഭയോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ്. हैं। 70 सप्ताह जो है यहूदियों के विषय में और पवित्र नगर यरूशलेम के विषय में बात करते, कलीसिया से जुड़ा हुआ नहीं है। പക്ഷെ 69 ആഴ്ചവട്ടം കഴിയുമ്പോഴത്തേക്ക് ഒരു ശൂന്യതയെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ എന്തോ നടക്കുന്നു എന്നൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. 62 सप्ताह के बाद एक शून्यता के विषय में बताते हैं, जो कलीसिया के विषय में वहां पर क्या होगा ये बताया नहीं है। അവിടെ ആരോട് എന്തോ ഒക്കെ ഈ 70 ആഴ്ചവട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കുന്നില്ല. लेकिन वहां पर क्या होगा, क्या घटनाएं होगा, इस विषय में कुछ भी विस्तार से बताया नहीं है। ആ ആഴ്ചവട്ടം കഴിഞ്ഞ ശേഷം, ഈ 69 കഴിഞ്ഞ ശേഷം ഒരു വലിയ നീണ്ട ഗ്യാപ്പാ, എത്ര ആണെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ടുള്ള 7 വർഷം അല്ലെങ്കിൽ ഒരാഴ്ചവട്ടത്തെ കുറിച്ചുള്ള കാര്യം പിന്നെ വെളിപ്പെടുത്തുകയാണ്. और 69 सप्ताह के बाद का जो समय वो कभी खत्म होगा, मतलब कलीसिया का जो समय वो कब खत्म होगा, ये इस विषय में बताया नहीं है। ഓക്കെ, അഭി സഭ മഹാ ഉപദ്രവത്തിലൂടെ കടന്നു പോകുമോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ ഇടയിൽ വരുവാനിടയായി. और इस समय जो है कलीसिया जो है उपद्रव काल से होकर जाना पड़ेगा या नहीं, ये एक सवाल കടന്നു जो है പോകുമോ, आता है। കടന്നു പോകുമോ? ആ खलीसिया महाक्लेश के जरिए गुजरेगा क्या? ये एक सवाल हर जगह में पूछता है, बहुत सारे लोग पूछता है. तो അത് സഭ മഹാപുദ്രവത്തിലൂടെ കടന്നു പോകുമോ ഇല്ലയോ എന്നുള്ളതിന്റെ തെളിവ് നമ്മൾ വചനത്തിൽ കൊടുക്കാൻ പോവാം. और कलीसिया जो है महाक्लेश के काल से होकर गुजरेगा या नहीं, इस विषय में साबित हम करेंगे वचन അപ്പൊ के द्वारा। നാം വിശ്വസിക്കുന്നത് സഭ മഹാപുദ്രവത്തിലൂടെ കടന്നു പോകത്തില്ല എന്നുള്ള പഠിപ്പീരാണ്. അപ്പോൾ പ്രീ ട്രിബുലേഷൻ റാപ്ചറിലാണ് നാം വിശ്വസിക്കുന്നത്. हम विश्वास करते हैं कि कलीसिया महाक्लेश या उपद्रव के काल से होकर नहीं गुजरेगा, कलीसिया जो है उससे पहले यहाँ से उठा लिया जाएगा। കേട്ടോ, 4-ാം അധ്യായ റെവലേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 4:1 പറയാം. അനന്തരം സ്വർഗത്തിൽ ഞാൻ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. और प्रकाशित वाक्य 4 अध्याय का पहला वचन, इन बातों के बाद जो मैंने दृष्टि की तो क्या देखता हूं कि स्वर्ग में एक द्वार खुला हुआ है, और जिसको मैंने पहले तुरही
हल्के से शब्द से अपने साथ बातें करते सुना था, वही कहता है, यहाँ ऊपर आ जा और मैं वे बातें तुझे दिखाऊंगा जिनका इन बातों के बाद पूरा ഇൻ होना आवश्यक ബാത്തോ है। കെ ബാത് പൂര ഹോഗ. കണ്ടോ, മേലാൽ സംഭവിപ്പാൻ ഉള്ളത് ഇവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. या स्पष्ट लिखा है कि जिनका इन बातों के बाद पूरा होना आवश्यक है। നിങ്ങൾ ചിന്തിക്കണം, 4-ാം അധ്യായം മുതൽ നമ്മള് അതിന്റെ 22 വരെയുള്ള അധ്യായങ്ങൾ മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വെളിപ്പാടാണ്. सो इन बातों के बाद पूरा होना आवश्यक, ये जो घटनाएं हैं, प्रकाशित वाक्य 4 से लेके 22 में प्रकटीकरण किया है। യാ, പ്രകാശ അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ എന്തുവാ മേലാൽ സംഭവിപ്പാനുള്ള വിഷയത്തെ കുറിച്ചാണ്. सो ये जो इन बातों के बाद जो कुछ भी पूरा होना है, वो 4 से लेके 22 अध्याय के बीच में बताया गया है। ഉപദ്രവകാലം, മഹാപുദ്രവകാലത്തെ കുറിച്ചുള്ള വളരെ ആഴമായിട്ടുള്ള കാര്യങ്ങളാണ്, എസ്കറ്റോളജിക്കൽ ബാത്താണ് നമ്മൾ അവിടെ കാണുന്നത്. और 4 से लेके 22 तक का विषय उपद्रव, महाउपद्रव, एस्कटोलॉजिकल विषय में അപ്പോൾ തന്നെ बताया है। അയ്യാ, ദാനിയേലിന്റെ 70 ആഴ്ചവട്ടത്തിന്റെ അവസാനത്തെ 70-ാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് വൺ ആഴ്ചയുടെ വെളിപ്പാടാണ് നമ്മൾ കാണുന്നത്. दानियल का जो 70 सप्ताह का जो അവസാനം प्रकटीकरण है, उसका आखिर का एक सप्ताह के विषय में यहाँ पर बताया है। ആ അപ്പോൾ നമ്മുടെ വിശ്വാസം കേട്ടോ, നമ്മൾ വിശ്വസിക്കുന്നത് റാപ്ചറിനും നമ്മൾ विश्वसिക്കുന്നു, യേശുവിന്റെ സെക്കൻഡ് കമ്മിങ്ങിനും നമ്മൾ വിശ്വസിക്കുകയാണ്. हम लोग जो है, हम विश्वासी कलीसिया का उठाए लिया जाना पर यकीन करते, यीशु मसीह का दूसरे आगमन पर भी विश्वास करते हैं। അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് ഉപദ്രവകാലത്തിനു മുൻപേ അല്ലെങ്കിൽ ഒരാഴ്ചവട്ടത്തിന് മുൻപ് സഭയെ ചേർപ്പാൻ യേശു മധ്യാകാശത്തിൽ വരും. हम विश्वास ഫോർ करते ഹിസ് ചർച്ച്. हम ये विश्वास करते कि 70 सप्ताह का आखिर का जो एक सप्ताह है, उसके पहले यीशु मसीह जो है अपनी कलीसिया को साथ लेके जाने के लिए आने वाला है। അപ്പോൾ യേശുവിന്റെ വരവിന്റെ 2 തലങ്ങളെ കുറിച്ച് ദോ പഹലു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. यीशु मसीह के दूसरा आगमन का 2 पहलू है। ഒന്ന് മധ്യാകാശത്തിൽ വരുന്നു, 2 ഈ ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കാൻ വരും. पहला जो है बादलों में आएगा, दूसरा पृथ्वी पर अपना राज्य स्थापित करने आएंगे। അപ്പോൾ നമ്മുടെ വിശ്വാസം റിവല്യൂഷന് മുൻപേ യേശു മധ്യാകാശത്തിൽ വരുന്നു, തന്റെ സഭയെ ചേർപ്പാൻ വരും. हमारा विश्वास ये है कि उपद्रव काल के पहले यीशु मसीह बादलों पर अपनी कलीसिया को ले जाने आएंगे, ഫോർ ഹിസ് ചർച്ച്. अपनी कलीसिया को ले जाने എന്നാൽ आएंगे। 7 വർഷം കഴിഞ്ഞ ശേഷം യേശു രണ്ടാമത് തന്റെ സഭയുമായി ഈ ഭൂമിയിൽ വരികയാണ്, വിത്ത് ഹിസ് लेकिन ചർച്ച്. लेकिन 7 वर्ष के पश्चात यीशु मसीह अपनी कलीसिया के साथ इस पृथ्वी में आने वाले हैं। അപ്പോൾ ഈ 7 വർഷത്തിൽ സഭയില്ല എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഭൂമിയിൽ इसका സഭയില്ല. मत इसका मतलब ये है कि हम ये विश्वास करते सिखाते हैं कि ये जो 7 वर्ष का काल है, उस समय में कलीसिया इस पृथ्वी में नहीं है। അപ്പോൾ ആ മഹാക്ലേശത്തിൽ സഭയില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. हमारा विश्वास ये है कि वो महाक्लेश के समय में कलीसिया यहाँ नहीं है। ആന്റി ക്രൈസ്റ്റിന്റെ ആ സമയത്ത് ദൈവസഭ ഈ ഭൂമിയിലില്ല എന്ന് നമ്മൾ പഠിക്കുന്നു. मसीह विरोधी का वो जो समय है, उस समय कलीसिया इस पृथ्वी पे नहीं है। അതിന് കുറെ വചനങ്ങൾ നമ്മളിപ്പോൾ കൊണ്ടുവരാൻ പോകുക. और वो साबित करने के लिए कुछ वचनों को मैं यहाँ बताना चाहता हूँ। വെളിപ്പാട് പുസ്തകം 1ഉം 2ഉം സോറി 1ഉം 2ഉം അല്ല, 2ഉം 3ഉം. ഓക്കെ, 2ഉം 3ഉം അവിടെ എഴുതിയിട്ട് അത് തെറ്റുണ്ട്. 2ഉം 3ഉമാണ് അധ്യായങ്ങൾ. സഭ എന്ന വാക്ക് 19 പ്രാവശ്യം നമുക്ക് കാണാൻ പറ്റും. और 2 और 3. प्रकाशित वाक्य में दूसरा अध्याय और तीसरा अध्याय में कलीसिया ये शब्द जो है 19 टाइम 19 बार कहा गया है। പിന്നെ 4-ാം അധ്യായം തൊട്ട് 22-ാം അധ്യായത്തിൽ സഭയെ പറ്റി ഒരു പരാമർശം നമ്മൾ കാണുന്നില്ല.
और 4 से लेके 22 अध्याय तक कलीसिया के विषय में कोई भी परामर्श हम नहीं അവിടെ देखते। പിന്നെ വീണ്ടും മേലാൽ സംഭവിപ്പാനുള്ള വിഷയമാണ് ക്ലേശം, മഹാക്ലേശം, ക്രോധകലശം, ദൈവത്തിന്റെ ന്യായവിധി. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കാണുകയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് സഭ എന്നുള്ള ഒരു ശബ്ദം അല്ല വാക്ക് പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. और 4 अध्याय का पहले में जो लिखा है, जिनका इन बातों के बाद पूरा होना है, वो जो बात है 4 से लेके 22 में हम देखते हैं, जहां पर क्लेश, न्याय, परमेश्वर का न्याय होगा, वहां पर कलीसिया का कोई भी बात नहीं किया गया है। അതെ, ദാനിയേൽ പ്രവചനത്തിന്റെ അകത്ത് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് 60 ആഴ്ചവട്ടത്തിനെ കുറിച്ച് നമ്മൾ 26 27 അകത്ത് വായിച്ചു. അപ്പം അവിടെ ഈ വിഷയം ഞാനിപ്പോ കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ, ഒന്നാമത് അത് ദാനിയേലിനോട് സംസാരിക്കുന്നു, യഹൂദന്മാർക്കും യെരൂശലേമിനോടുള്ള ബന്ധത്തിലാണ് ഈ ഈ സംഭവം. അപ്പോൾ അവിടെയും നമുക്ക് മഹാക്ലേശത്തിന്റെ സമയത്ത് ദൈവസഭയെ പറ്റിയുള്ള ഒരു വെളിപ്പാട് ദാനിയേൽ പ്രവചനത്തിന് കൂടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. दानियल की किताब में भी 9 का 24 से जो हमने पढ़ा है वचन, उसका 26 और 27 खास करके, वहां पर जो है 62 वर्ष के विषय में जो बताते हैं, वहां पर भी क्लेश के समय में कलीसिया यहाँ होगा करके कुछ साबित नहीं किया है। കേട്ടോ കേട്ടോ കേട്ടോ, അവൻ ഒരു ആഴ്ചവട്ടത്തിൽ പലരെയും നിയമത്തെ കഠിനമാകും. ആഴ്ചവട്ടത്തിന് മധ്യേ അവൻ ഹനനയാകും, ഭോജനയാകും, നിർത്തലാകും. മ്ലേച്ഛതകളുടെ ചെറുകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തികളോ ശൂന്യമായവന്റെ മേൽ കോപം ചൊരിയും. അപ്പോൾ ഇതിൻ്റെ അകത്ത് സഭയെ പറ്റി ഒരു പരാമർശമില്ല. ഇത് ജെറുസലേമിനോടുള്ള ബന്ധത്തിൽ, യഹൂദനോടുള്ള ബന്ധത്തിൽ, ആലയത്തോടുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങളാണ് ഈ 27-ാമത്തെ വാക്യത്തിന്റെ അകത്ത്. അവസാനത്തെ 7 വർഷത്തെ അല്ലെങ്കിൽ ഒരാഴ്ചവട്ടത്തിൽ നടക്കുന്ന സംഗതിയെക്കുറിച്ച് പറയുന്നു. और दानियल का किताब 9 अध्याय का 27 वचन में, वहां प्रधान आखिर का एक सप्ताह में बहुतों के संग दृढ़ वाचा बांधेगा, परंतु आधे इस सप्ताह के बीतने पर वह मेल बलि और अन्न बलि को बंद करेगा, कंगूरे पर उजाड़ने वाली घृणित वस्तुएं दिखाई देगी। ये सब विषय बताते समय यरूशलेम के विषय में और यहूदियों के विषय में बात कर रहे, कलीसिया से संबंधित कुछ भी यहाँ पर स्पष्ट नहीं किया है। ഒന്നാമത്തെ കാര്യം ഇതാണ്, ദൈവസഭയെ പറ്റിയുള്ള ഒരു പരാമർശനം 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായത്തിൽ വെളിപ്പാടിലുമില്ല. അവസാനത്തെ ഒരാഴ്ചവട്ടത്തിന്റെ വിഷയത്തിലും യഹൂദിനെ കുറിച്ചും ജെറുസലേമിനെ കുറിച്ച് പറയുന്നു, പക്ഷെ സഭയെക്കുറിച്ചുള്ള പരാമർശം ഇല്ലാത്തത് മൂലം നമ്മൾ മഹാക്ലേശത്തിലുള്ള അല്ലെങ്കിൽ മഹോപദ്രവകാലത്തിൽ കൂടെ സഭ പോകത്തില്ല എന്ന് വിശ്വസിക്കുന്നു. हम इसलिए ये विश्वास करते हैं कि कलीसिया उपद्रव काल से होकर नहीं गुजरेगा, क्योंकि दानियल 9 अध्याय का 27 वचन और प्रकाशित वाक्य 4 से लेके 22, ये दोनों जगहों में जो है कलीसिया से जुड़े कोई भी बात नहीं कहा गया है, बल्कि यहूदी लोग और यरूशलेम शहर का विषय में बताया गया है। ഈ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് യേശു ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു വിവരണം, യേശുവിന്റെ വരവിനെ കുറിച്ചുള്ള വിവരണങ്ങൾ ഇങ്ങനെ തരികയാണ്. लूका का सुसमाचार 21 अध्याय, उसका 36 में जो है यीशु मसीह का आने के समय के विषय में बताया गया है। ആ 21 മുഴുവൻ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വായിച്ചു വായിച്ചു വരുമ്പോഴത്തേക്ക് അത് മുഴുവൻ എസ്കറ്റോളജിക്കൽ വരാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചുള്ള അല്ലെ യേശുവിന്റെ വരവിനെ കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ചുള്ള ഒരു പഠിപ്പീരാണ്. और लूका का सुसमाचार 21 अध्याय में यीशु मसीह के आने के विषय में जो है वहां सिखाते बताया गया है। അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മൾ വായിച്ചു വരുമ്പോഴത്തേക്ക് യേശു അനേക വിഷയങ്ങൾ, ക്ലേശങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ ശേഷം, ആകിയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒരുപാട് വിഷയങ്ങൾ അവിടെ പറഞ്ഞു, ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. और यीशु मसीह ये सब बताते हैं कि क्या क्या बातें, घटनाएं वहां पर होगा, और उसके बाद वहां पर उसका 36 वचन में लिखा है, इसलिए जागते रहो, हर समय प्रार्थना करते रहो कि तुम इन सब आने वाली घटनाओं से बचने और मनुष्य के पुत्र के सामने खड़े होने के लिए योग्य बनो। ഒരു മഹാക്ലേശത്തിൽ കൂടെ, ഉപദ്രവത്തിൽ കൂടെ ഈ ഭൂമിയിലെ ജനങ്ങൾ പോകാൻ പോവുകയാണ്. ആ വലിയ
ആ സംഭവത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് ദൈവജനത്തെ അവർ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കാൻ പ്രാപ്തരാകേണ്ടതിന് വേണ്ടി ഒരു 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 പ്രോത്സാഹനത്തിന്റെ വചനമാണ് ഇവിടെ യേശു ഇവിടെ പറയുന്നത്. यीशु मसीह जो है बड़ा क्लेश से बचने के लिए, जो महाक्लेश आने वाला है, उपद्रव आने वाला है, उससे बचने के लिए यहाँ पर प्रोत्साहन देते हैं कि हर समय जागते और हर समय प्रार्थना करते रहो, ताकि आने वाली घटनाओं से हम बचे और मनुष्य के पुत्र के सामने खड़े रहने के लिए हम योग्य बने। ഇതിൻ്റെ അകത്ത് ഒരുപാട് വിഷയങ്ങൾ യേശു കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. മഹാക്ലേശത്തിൽ നടക്കുന്ന ക്രോധ കലശങ്ങളിൽ നടക്കുന്ന, അല്ലെങ്കിൽ ആ ആ, ആ ആ സമയങ്ങളിലൊക്കെ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളെല്ലാം, പ്രവചനങ്ങളെല്ലാം പറഞ്ഞ ശേഷം പറയുന്നത് ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിച്ചു. और यीशु मसीह इस अध्याय में जो है महाक्लेश काल में क्या क्या होगा उस विषय में परामर्श करते बताते हुए हमसे प्रोत्साहन के तौर पर कहते हैं कि इन सब विषयों से बचने के लिए, परमेश्वर के पुत्र के सामने खड़े रहने के लिए, योग्य बनने के लिए हमें जागते रहना है और प्रार्थना करना है। അപ്പം തെസ്സലോനിക്ക ലേഖനത്തിനകത്ത് വേറൊരു വാക്യമുണ്ട്. 1:9 നമ്മൾ വരുമ്പോഴേക്ക് ദൈവം നമ്മെ കോപത്തിനല്ല, നമ്മളെ കോപത്തിനല്ല വിളിച്ചിരിക്കുന്നത്. ആ വിഷയം ഇവിടെ തെസ്സലോനിക്ക ലേഖനത്തിനകത്ത് പൗലോസ് പറയുകയാണ്. और हम पहला തെസ്സലോനി पहला अध्याय उसका 9वां वचन में സോറി ബേട്ടാ മോനെ, 5-ാമത്തെ അധ്യായത്തിന്റെ 9ാമത്തെ വാക്യമാണ്. അഞ്ചിന്റെ ഫസ്റ്റ് അഞ്ചിന്റെ ഇത് ഫസ്റ്റ് തെസ്സലോനി 5:9. नंबर ओके। पहला सॉरी पांचवा सॉरी पहला तेसलोनी 5 अध्याय का 9वां वचन, एक और बार बताती हूँ। पहला तेसलोनी 5 अध्याय उसका 9वां वचन में लिखा है, क्योंकि परमेश्वर ने हमें क्रोध के लिए नहीं परंतु इसलिए ठहराया है कि हम अपने प्रभु यीशु मसीह के द्वारा उद्धार प्राप्त करें। കേട്ടോ അവിടെ ഓക്കെ, ഇംഗ്ലീഷ്, ഹിന്ദി ഇച്ചിരൂടെ നല്ലതാണ്. അവിടെ ഇംഗ്ലീഷിനകത്ത് പറയുന്നത് ഗോഡ് ഹാസ് അപ്പോയിന്റഡ് believers for wrath. God has not appointed believers for wrath, but for salvation through Jesus Christ. इंग्लिश में उसे बेहतर बताया है कि प्रभु परमेश्वर ने जो क्रोध के लिए नहीं बल्कि हमें ठहराया है कि हम मसीह यीशु के द्वारा उद्धार प्राप्त करें। അവിടെയും കോപത്തെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, മഹാക്ലേശത്തെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട്, ഉത്പ്രാവണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നിട്ടാണ് പറയുന്നത് വിശ്വാസികളെ ദൈവം കോപത്തിനായിട്ടല്ല അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. और इस अध्याय में भी महाक्लेश के विषय में उठा लिए जाने, कलीसिया का उठा लिए जाने के विषय में बताने के बाद प्रभु कहता है कि विश्वासियों को परमेश्वर ने क्रोध के लिए नहीं बल्कि ठहराया है कि हम यीशु मसीह के द्वारा उद्धार प्राप्त करें। അപ്പൊ 2 തെസ്സലോനിക്ക ലേഖനം 2:6 അവൻ സമയത്തിനു മുമ്പേ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, അവൻ സമയത്തിനു മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. और दूसरा तेसलोनी उसका दूसरा अध्याय का 6वां वचन कहता है, तुम उस वस्तु को जानते हो जो उसे अभी रोका रहा है कि वह अपने ही समय में प्रकट हो। അപ്പം ആ ഒരു വിഷയത്തിൽ, ആ അധ്യായത്തിന്റെ അകത്തുനിന്നായിരുന്നു പാസ്റ്റർ നമ്മളോട് ചോദിച്ചത്, മഹാക്ലേശത്തിൽ കൂടെ അല്ലെങ്കിൽ മഹോപദ്രവ കാലത്തിൽ കൂടെ സ്വഭാവം കടന്നു പോകുമല്ലോ എന്നുള്ള ഒരു ചോദ്യം. और इस विषय के इस वाक्य के आधार पर पिछले हफ्ते वर्गीस पास्टर ने जो है सवाल किया था कि कलीसिया जो है उपद्रव के काल से होकर गुजरेगा या नहीं। അധർമ്മമൂർത്തിയുടെ ആ വരവ് പറ്റി ഇപ്പോൾ തന്നെ വെളിപ്പെടുന്നു. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടുകയും ചെയ്യണമെന്നുള്ള ആ വാക്യമായിരുന്നു പാസ്റ്റർ ചോദിച്ചത്. अधर्मी का प्रकट होना और जो विश्वास का त्याग होना, इस विषय में परमेश्वर के दास ने जो है सवाल किया था। बेटा 6 पद पढ़ने, 3 पद, 3 पद, दुख 3 അവിടെ അധർമ്മമൂർത്തി അവിടെ വേറെ ഒരു വാക്യം എഴുതിയിരിക്കുന്നു. दूसरा का 3 पास्टर, दूसरा का 3 में है, किसी रीति से किसी के धोखे में न आना, क्योंकि वह दिन न आएगा जब तक धर्म का त्याग ना हो ले।
हाँ धर्म का त्याग ना हो ले, और हाँ पाप का पुरुष हाँ, अर्थात उधर ऐसा लिखा है, पाप का पुरुष करके शब्द दिया है, नाश योग्य। हाँ, पाप का पुरुष अर्थात विनाश का पुत्र प्रकट ना हो। അവൻ അവൻ തോ അപ്പം അവൻ വെളിപ്പെടണമെന്നുള്ള ഒരു വാക്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. तो वहां पर पाप का पुरुष अर्थात विनाश का पुत्र प्रकट हो करके बताया है। അപ്പൊ അതിനെപ്പറ്റി ഇങ്ങനെ വിവരിച്ച് 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 പറയുകയാണ്. അതിന്റെ ആ എട്ടാമത്തെ വാക്യത്തിനകത്ത് പറയുമ്പോൾ, വാക്യത്തിന് 7-8 അത് പറയുക, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. वो विवरण करते आते वक्त 7वां वचन में लिखा है कि अधर्म का भेद अब भी कार्य करता जाता है। യാ, അപ്പോൾ ഇപ്പം വഴിയിൽ നിന്ന് തടുക്കുന്നവൻ ഇപ്പോൾ യാ കർത്താവിന് സോറി, ഇപ്പോൾ വഴിയിൽ നിന്ന് തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോണമെന്നുള്ള വാക്യമാണ് എഴുതിയിരിക്കുന്നത്. पर अब भी एक रोकने वाला है, और जब तक वह दूर न हो जाए वो रोके रहेगा। യാ, അപ്പോൾ തന്നെ 8-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. और 8वां वचन कहता है कि तब वह अधर्मी प्रकट होगा। എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ അധർമ്മത്തിന്റെ ആ മർമ്മം വ്യാപരിക്കുന്നുണ്ട്. ആ, ആ, പക്ഷേ ഇതുവരെ തടുക്കുന്നവന് വഴിയിൽ നിന്ന് നീങ്ങിപ്പോവുക മാത്രം വേണം. ഒന്നുകൂടെ പറയാമോ പാസ്റ്റങ്ങളെ? 7-ാമത്തെ വാക്യമാ. അപ്പൊ അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ ഈ अधर्म का भेद अभी अभी भी कार्य कर रहा है। कार्य करता है, लेकिन वो पूर्ण रीति से प्रकट नहीं हो गया. 8 में ऐसा लिखा है, तब वो अधर्म प्रकट होगा. हम्म। कब? तो अधर्म का जो शक्ति अभी 3 में हम ये पढ़ा था, നമ്മൾ വായിച്ചത്, जब तक धर्म का त्याग नहीं होगा वो पाप का पुरुष अर्थात विनाश का पुत्र प्रकट न हो. ആ ഒരു വാക്യത്തിലാണ് ആൾക്കാർ പറയുന്നത് സഭ മഹാപീഡനത്തിൽ കൂടെ കടന്നു പോകുമെന്ന്. ओके। सो तीसरा दूसरा अध्याय का 3 वचन में जो लिखा है, दो कि धर्म का त्याग ना हो, पाप का पुरुष अर्थात विनाश का पुत्र प्रकट ना होगा। इस वचन के आधार पर कई लोग परामर्श करते हैं कि कलीसिया उपद्रव काल से होकर गुजरेगा। ആമേൻ. പക്ഷെ ആ ആ ദൈവസഭ ആ ആ മഹോപദ്രവത്തിൽ കൂടെ പോകും എന്നുള്ളതല്ല അവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇപ്പോഴേ ആദിമസഭ മുതൽ വിരോധി മസീഹ അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റിന്റെ ആ സ്വഭാവം, ശക്തി, പ്രഭാവം വ്യാപരിക്കുന്നുണ്ടായിരുന്നു. पहले शताब्दी से लेकर मसीह विरोधी का जो शक्ति है अभी तक जो है उसकी शक्ति कार्य कर रहा था। इस विषय में 3 वचन में बताया गया, ना कि कलीसिया उपद्रव काल से होकर गुजरेगा। നമ്മൾ യോഹന്നാന്റെ ലേഖനം 1 ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ പ്രാരംഭമായ വചനം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ യോഹന്നാൻ പഠിപ്പിക്കുന്ന ഒരു 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 വചനമുണ്ട്. यूहन्ना का पत्री, पहला यूहन्ना का पत्री 4 अध्याय के पहले कुछ वचनों में यूहन्ना कुछ सिखाते हैं। ഒന്ന് വായിക്കാമോ ആ വചനം? हे प्रियो, हर एक आत्मा की प्रतीति न करो, वरन आत्माओं को परखो कि वे परमेश्वर की ओर से है कि नहीं, ആ क्योंकि बहुत से झूठे भविष्यवक्ता जगत में निकल खड़े हुए हैं। ആ എപ്പോഴാ? ആദ്യ നൂറ്റാണ്ട് മുതലുള്ള കാര്യങ്ങളാണ് ഇത്. അപ്പൊ ഇത് ഫസ്റ്റ് സെഞ്ചുറിയിലെ കാര്യമാണ് ഇവിടെ ഇത് യോഹന്നാൻ പറയുന്നത്. पहले शताब्दी से लेकर घटा हुआ बातों के विषय में यूहन्ना यहाँ पर बता അവ रहा है। മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. उसका 3 वचन में लिखा है, और जो आत्मा यीशु को नहीं मानती वह परमेश्वर की ओर से नहीं, और वही तो मसीह के विरोधी की आत्मा है, ആ, जिसकी चर्चा तुम सुन चुके हो कि वह आने वाला है और अब भी जगत में है। ഹേ, അവന്റെ ശക്തി അധർമ്മമൂർത്തി എതിർ ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന വേറൊരു പേരാണ് പാപ്കപുത്ര പുരുഷൻ. എതിർ ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നത് പേരാണ്. പല പേരുകളിൽ അവൻ അറിയപ്പെടുകയാണ്.
അപ്പോൾ അന്നു മുതലേ അവന്റെ ആ അധർമ്മത്തിന്റെ മർമ്മം വ്യാപാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. और मसीह विरोधी को कई नाम दिया, उसमें से एक नाम है पाप का पुरुष। वो ആ, पहले शताब्दी से ही उसका कार्य जो है, उसकी शक्ति का कार्य जो है हम देखते आ रहे हैं। उसका नाम विनाश का पुत्र है, पाप का पुरुष है, विरोधी मसीह है, अलग अलग नामों से वो माना जाता है, बोला जाता है. അപ്പം പ്രാരംഭ സഭ തൊട്ട് അതിന്റെ വ്യാപാരമുണ്ട്, ശക്തിയുണ്ട്. सो पहले शताब्दी से ही विरोधी मसीह का शक्ति जो है कार्य करते आ रहा है। लेकिन वो पूर्ण रीति से उसका पूर्ण शक्ति में वो व्यक्तिगत तौर पर प्रकट नहीं हो गया अब तक. आमीन। അപ്പൊ തോ നമ്മൾ അതുകൊണ്ടാണ് ദാനിയേലിന്റെ പ്രവചനത്തിന്റെ അകത്ത് മൃഗഭരണത്തെ കാണുമ്പോൾ അവിടെയും ഈ വിരോധി മസിയുടെ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ മൃഗ സ്വഭാവങ്ങൾ ഓരോ സാമ്രാജ്യങ്ങളിൽ നമ്മൾ കാണുവാനിടയായത്. इसके लिए दानियल की किताब में जो भी हमने स्वप्न का अर्थ बताते समय जानवरों का स्वभाव जो बताया, वो विरोधी मसीह का शक्ति या उसका स्वभाव को दर्शाता है। 7-ാം അധ്യായത്തിന്റെ അകത്ത് ബാബിലോണിയ സാമ്രാജ്യം സിംഹത്തിന്റെ ആ ഒരു മുഖം നമ്മൾ കണ്ടു ഇല്ലേ. അപ്പം ഓരോ മൃഗവും എതിർ ക്രിസ്തു എന്ന മൃഗത്തിന് റെപ്രസെന്റ് ചെയ്യുകയാണെന്ന് ആ ഒരു സ്വഭാവത്തിൽ മൃഗരാജ്യങ്ങളായിരുന്നു ഈ ഭൂമിയിൽ അഴിഞ്ഞാടി എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് ആ ആ അധ്യായത്തിൽ കൂടെ നമ്മളെ പഠിപ്പിച്ചത്. सो हमने 7वां अध्याय में जो बाबुल का साम्राज्य, जिसका चेहरा जो है सिंह, ये जंतु के द्वारा बताया गया है। तो वो ये जितने भी जंतुए हैं वो विरोधी मसीह को प्रतिनिधित्व करता है, ये वचन हमें सिखाती है। മൃഗഭരണങ്ങളായിരുന്നു. അപ്പൊ മൃഗം എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന പേരാണ്. उसका जो है जानवरों का स्वभाव, ബീസ്റ്റ് जानवर ബീസ്റ്റ് ബീസ്റ്റ് जानवरों का പശു स्वभाव പശു है, പശു. पशुओं का स्वभाव है उसका। ये യാ. विरोधी मसीह के विषय में बता रहे हैं। അപ്പം ഈ ഈ തെസ്സലോനിക്ക ലേഖനത്തിന്റെ അകത്ത് പൗലോസ് നമ്മെ പഠിപ്പിക്കുകയാണ്, ഇതുവരെ വഴിയിൽ നിന്ന് തടുക്കുന്നവൻ, എന്തു പറയുന്നത്, കാരണം रोकने वाला। അവന് പ്രകടമാകുവാൻ അല്ലെങ്കിൽ പൂർണ്ണമായി വെളിപ്പെടുവാൻ പറ്റുന്നില്ല. तो वही बात जो है, विरोधी मसीह जो है रोकने वाला करके दूसरा നോ 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 थिस्सलुनीय നോ में നോ നോ बताया। നോ 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 വിരോധി മസി അല്ല. ആ 7-ാം അധ്യായത്തിന്റെ പരിശുദ്ധാത്മാവ് തടയുകയാണ് വഴിയിൽ നിന്ന്. ओके। അവന്റെ പൂർണ്ണ വെളിപ്പാട് വരാതെ വണ്ണം, അവൻ വെളിപ്പെടാതെ വണ്ണം അവന്റെ ശക്തിയെ തടയുന്ന ഒരു ഫോഴ്സാണ് പരിശുദ്ധാത്മാവ്. दूसरा थिस्सलुनी में दूसरा अध्याय में जो हमने സാത്ത്. दूसरा अध्याय का 7वां वचन ये बताता है कि विरोधी मसीह का जो कार्य है, रोकने वाला पवित्र आत्मा है। ആ ആ വഴിയിൽ നിന്ന് തടയുന്നവൻ മാറിപ്പോകുമ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. सो जो रोकने वाला पवित्र आत्मा जब मार्ग से हटा दिया जाएगा, उस वक्त ये विरोधी मसीह अपना पूरी सामर्थ्य, अधर्म जो है प्रकट करेगा। ദൈവസഭയെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ അവസാനത്തെ 70-ാമത്തെ ആഴ്ചവട്ടം തുടങ്ങും. और कलीसिया को जो पवित्र आत्मा इस पृथ्वी से उठा लिए जाने के बाद 70 सप्ताह का आखिर का जो है सप्ताह शुरू होगा। അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. तभी पाप का पुरुष, अधर्म അതാണ് का 8-ാമത്തെ प्रकट വാക്യത്തിലാണ് പറയുന്നത്. 8-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും, അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കുമെന്ന് പറയുകയാണ്. പിന്നെ 7 വർഷം കഴിഞ്ഞിട്ട് യേശു വിരോധി മസിയെ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിനെ നശിപ്പിക്കുന്ന വിഷയത്തെ കുറിച്ചുള്ള വെളിപ്പാടാണ് തെസ്സലോനിക്ക ലേഖനത്തിനകത്ത് പരിശുദ്ധാത്മാവ് തരുന്നത്. और वही बात जो है 8वां वचन में लिखा है कि तब अधर्म प्रकट होगा, जिससे प्रभु यीशु मसीह अपने मुंह के फूंक से मार डालेगा और अपने आगमन के तेज से भस्म करेगा। और
7 वर्ष के पश्चात जब कलीसिया को साथ यीशु मसीह पृथ्वी में आएंगे, उस समय जो है विरोधी मसीह को नाश करेंगे। ആ നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോഴും ദാനിയേൽ പ്രവചനം വായിക്കുമ്പോഴും നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ആ, ഈ എതിർ ക്രിസ്തുവിന്റെ വരവ്, അവന്റെ ശക്തി, അവന്റെ പ്രഭാവം, അവന്റെ കാര്യം ഈ ഭൂമിയിൽ എപ്രകാരമായിരിക്കും, ഇനിയും വരാൻ പോകുന്ന ഭരണം എപ്രകാരമായിരിക്കുന്നതിനെ കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാട്, വെളിപ്പാട് ഈ രണ്ട് പുസ്തകത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നു. प्रकाशित वाक्य और दानियल की किताब में मसीह विरोधी के आने वाला मसीह विरोधी का शक्ति, उसका कार्य और उसका जो जो काम होगा, इस विषय में विस्तार से दोनों पुस्तक में बताया गया है। നമ്മള് സഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു മറുപടിയായിരുന്നു ഇതുവരെ നമ്മൾ നൽകിയത്. कलीसिया जो है उपद्रव काल से होकर गुजरेगा या नहीं, इस सवाल का जवाब मैंने अभी तक दिया। നമ്മള് പഠിക്കുവാനിടയാകുന്നത് നമ്മുടെ വിശ്വാസം അനുസരിച്ച് സഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകത്തില്ല. हमने ये पढ़ा है कि हमारे विश्वास के आधार पर कलीसिया महा उपद्रव के काल से होकर नहीं गुजरेगा। യാക്കോബിന്റെ ആ കഷ്ടം സഭയ്ക്ക് ഉണ്ടാകത്തില്ല എന്നാണ് നമ്മൾ പഠിക്കുന്നത്. हम ये मानते हैं कि याकूब का कष्ट कलीसिया पर नहीं होगा। അപ്പോൾ തന്നെ കഷ്ടങ്ങളുടെ സമയത്ത് ഭക്തന്മാരെ ദൈവം തുണയ്ക്കുകയും കരുതുകയും അവരെ വിടുവിക്കുകയും ചെയ്തതായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ഉൽപ്പത്തി മുതലുള്ള വാക്യങ്ങളിൽ വെളിപ്പാട് പുസ്തകം വരെ കാണുന്നുണ്ട്. और हम उत्पत्ति से लेके प्रकाशित वाक्य तक ये देखते हैं कि भक्तों को परमेश्वर जो है अपने कष्ट के दिनों में उनका ख्याल रखते हैं, उनके लिए छुटकारा का मार्ग देते हैं। ഈ അവസാനത്തെ 70ാമത്തെ ആഴ്ചവട്ടം മഹാക്ലേശത്തിന്റെ മഹോ ഉപദ്രവത്തിന്റെ കാലയളവാണ്. आखिर का 70 सप्ताह का आखिर का जो सप्ताह है वो महा कष्ट, उपद्रव, क्लेश का काल है। ഓരോ മുദ്രകൾ പൊട്ടിക്കുമ്പോഴും നടക്കുന്ന ഭയാനകമായ സംഭവങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. और एक एक मोहर जब खोला जाता है तो क्या क्या भयानक संभव घटनाएं होता है, उस विषय में प्रकाशित वाक्य बताती है। ഓരോ ക്രോധ കലശവും പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്ന ഓരോ ശബ്ദമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് വെളിപ്പാടിൽ നമ്മൾ വായിക്കുന്നുണ്ട്. क्रोध आते वक्त क्या क्या घटनाएं हुआ है, इस विषय में प्रकाशित वाक्य में प्रकाशन दिया है। അപ്പോൾ തന്നെ ഓരോ ധൂപകലശം നമുക്ക് ക്രോധ ക കട്ടോര അപ്പം क्रोध का ക്രോധ ക കട്ടോര कटोरा। ആ തോ അപ്പം അതിൻ്റെ അകത്തൊന്നും സഭയെ പറ്റി നമ്മൾ കാണുന്നേയില്ല. और इस जो उपद्रव के विषय में या क्लेश के विषय में प्रकाशित वाक्य बताया, वहां कहीं भी कलीसिया होगा करके बताया गया नहीं है। അവൻ അപ്പോൾ ഞാൻ പറഞ്ഞത് 2-3 സഭയെ പറ്റി പറയുന്നുണ്ട്, പക്ഷെ 4-ാം അധ്യായം മുതൽ സഭയെ പറ്റി വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുന്നില്ല. അതിന്റെ കാരണം സഭ ഭൂമിയിൽ ഇല്ല. ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് 4 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. 4 മുതൽ 20 20 വരെ. ओके। प्रकाशित वाक्य का दूसरा अध्याय तीसरा अध्याय तक ही कलीसिया के विषय में चर्चा किया है। उसके पश्चात 4 से लेके 20 तक कलीसिया के संबंधित कुछ भी बातें नहीं बताया, इसलिए हम ये विश्वास करते हैं कि कलीसिया उपद्रव काल से होकर नहीं गुजरेगा। സോദോമിനെയും ഗോമോറയും ദൈവം നശിപ്പിക്കുമ്പോൾ അവിടെ അബ്രഹാമിന്റെ പ്രാർത്ഥന മുതൽ നീതിമാനായ ലോത്തിനെ, വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ ദൈവം അവിടെ പോലും ഒരു കൺസേൺ ചെയ്തിട്ടുണ്ട്. കഷ്ടതയിൽ കൂടെ അല്ലെങ്കിൽ പീഡതയിൽ കൂടെ ഭക്തന്മാരെ വിട്ടിട്ടില്ല. അത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നുകൂടെ പറയാമോ പാസ്റ്റർ? നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് മുതൽ വായിക്കുമ്പോഴത്തേക്ക് നീതിമാന്മാരെ ഒക്കെയും കഷ്ടങ്ങളുടെ മധ്യത്തിൽ ദൈവം വിടുവിച്ചതായിട്ട് നമ്മൾ കാണുന്നതാണ്. ലൂത്തിനെ പോലും, വലഞ്ഞുപോയ നീതിമാനായ ലൂത്തിനെ പോലും സോദോം ഗൊമോറയെ നശിപ്പിക്കുമ്പോൾ ദൈവം വിടുവിക്കുന്നുണ്ട്.
उत्पत्ति से लेके प्रकाशित वाक्य तक हम देखते हैं कि कष्ट के काल में परमेश्वर ने भक्तों को जो है छुड़ाया है। और उत्पत्ति में हम देखते हैं कि लूत के विषय में भी जो है सोदोम और ഒമേറ गोमोरा में हुआ जो न्याय के समय अब्राहम के प्रार्थना के द्वारा जो लूत को भी परमेश्वर ने छुटकारा दिया है। അപ്പൊ അവിടെ എല്ലാം എല്ലാ കഷ്ടതയിൽ നിന്നും ഭക്തന്മാരെ ദൈവം രക്ഷിച്ചു മൂലം നമ്മൾ വിശ്വസിക്കുന്നു ഈ മഹോ ഉപദ്രവ കാലത്ത് സഭ ഒരിക്കലും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ്. क्योंकि संकट और कष्ट के कालों में परमेश्वर ने जो है अपने भक्तों को छुड़ाया है, इसलिए हम ये विश्वास और यकीन करते हैं कि कलीसिया उपद्रव काल से होकर नहीं गुजरेगा। ഇതിന്റെ അർത്ഥം ഇതല്ല, ഈ സഭയ്ക്ക് പീഡയില്ല, സഭ ഉപദ്രവിക്കപ്പെടുന്നില്ല, കഷ്ടതയില്ല എന്നുള്ളതല്ല. इसका मतलब ये नहीं है कि कलीसिया को कष्ट नहीं है, कलीसिया को सतावट नहीं है, कलीसिया को उपद्रव नहीं है। ദൈവത്തിന്റെ ന്യായവിധിയിൽ, ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ അങ്ങോട്ട് തുടങ്ങുന്നത് ദൈവത്തിന്റെ ന്യായവിധി. അപ്പോൾ ദൈവത്തിന്റെ ക്രോധകലശം, ദൈവം ഭൂമിയെ ന്യായം വിധിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകളാണ്. ആ പ്രത്യേകമായ വിഷയങ്ങളിൽ ദൈവസഭ ഉണ്ടാകുക ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. मैं बताने का उद्देश्य ये है कि परमेश्वर का जो ക്രോധ न्याय या क्रोध का कटोरा में कलीसिया नहीं होगा। അവൻ അവൻ അതിനു മുന്നേ ദൈവം തന്റെ സഭയെ, തന്റെ കുറുപ്രാവിനെ തന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും എന്ന് ദൈവദിനത്തിൽ കൂടെ നമ്മൾ കാണുകയാണ്. वचन के द्वारा हम ये साबित करते हैं कि कलीसिया को या अपनी कबूतर को परमेश्वर जो है उपद्रव काल के पहले ही उठा लेंगे। ഓക്കെ. പക്ഷേ ദൈവസഭയ്ക്ക് ആദ്യം മുതൽ ശുശ്രൂഷ കാലയളവിൽ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ, ദൈവ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ പീഡകളും ഉപദ്രവങ്ങളും കഷ്ടങ്ങളും ക്ലേശങ്ങളും അപ്പോൾ തന്നെ നിന്ദകളും അപമാനങ്ങളും ഒക്കെ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. पहले शताब्दी से लेके कलीसिया का सेवा में जो है कष्ट, क्लेश, निंदा, उपद्रव ये सब कुछ जो है सहन करना पड़ा, होकर गुजरना पड़ा। ആ ബേബി ഇപ്പോഴും നമ്മൾ അങ്ങനെ ആ പീഡ ആ ഒരു ശുശ്രൂഷ കാലയളവിലെ നമ്മുടെ ബുദ്ധിമുട്ടുകളിലും ആ കഷ്ടങ്ങളിൽ കൂടെ നമ്മൾ, അല്ലെങ്കിൽ പീഡകളിൽ കൂടെ നമ്മൾ പോകുന്നുണ്ട്. और अभी भी इस काल में भी सेवकाई के इस काल में भी हम जो है कलीसिया जो है कष्ट और पीड़ा से होकर गुजरते പക്ഷെ हैं। മഹോപദ്രവകാലം ദൈവത്തിന്റെ ന്യായവിധിയുടെ സമയങ്ങളായതുകൊണ്ട്, ആ ദൈവിക ന്യായവിധിയുടെ സമയത്ത് ദൈവസഭ ഈ ഭൂമിയിൽ ഇല്ലെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ തന്നെ ഈ അവസാനത്തെ ആ ഒരു ആഴ്ചവട്ടം ദൈവത്തിന്റെ ന്യായവിധിയുടെ ഗ്രേറ്റ് ട്രിബുലേഷന്റെ സമയമായതുകൊണ്ട് അവിടെ ദൈവസഭയെ അതിൽ കൂടെ തുടർന്നു പോകുവാൻ സമ്മതിക്കാതെ അതിൽ നിന്ന് വിടുവിച്ച് തന്റെ അടുക്കിലേക്ക് ചേർക്കും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. और हम ये सीख रहे हैं कि क्योंकि आखिर का एक सप्ताह 7 वर्ष जो है परमेश्वर का बड़ा न्याय करने का समय है, महाक्लेश और उपद्रव का समय, इसलिए उसमें രണ്ട് से परमेश्वर जो है कलीसिया को होकर गुजरने नहीं देगा, उसके पहले जो है कलीसिया यहाँ से उठा लिया जाएगा। ഓക്കെ. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് 4-ാം അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ 2-3 ദൈവസഭയെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ 4 മുതൽ നമ്മൾ ദൈവസഭയെ പറ്റി വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നില്ല. सबसे पहले हमने ये देखा है कि प्रकाशित वाक्य 2 अध्याय 3 अध्याय में कलीसिया के विषय में हम देखते हैं, लेकिन 4 अध्याय से लेकर कलीसिया के संबंधित कोई भी विषय वहां पर चर्चा नहीं किया गया പിന്നെ है। അവിടെ പറയുന്നതെല്ലാം മേലാൽ സംഭവിക്കാനുള്ള വിഷയങ്ങളെ കുറിച്ചാണ്. और इन बातों के बाद पूरा जो कुछ होना है उस विषय में 4 अध्याय के पश्चात चर्चा किया गया है। ഞാൻ പറഞ്ഞായിരുന്നു 2-3 അകത്ത് 19 പ്രാവശ്യം സഭ എന്ന ഒരു പേരുണ്ട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സഭ എന്ന് പറഞ്ഞൊരു വാക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല. और हमने पहले ही देखा और मैंने बताया है कि 19 बार जो है कलीसिया के विषय में 3 अध्याय में ना पास्टर या तीसरा, तीसरा दूसरा और तीसरा
दूसरा और दूसरा तीसरा। और तीसरा अध्याय, प्रकाशित वाक्य दूसरा और तीसरा अध्याय में कलीसिया 19 बार बताया गया है, विषय में बताया गया है, लेकिन उसके बाद कलीसिया के विषय में कुछ भी संबंधित चर्चा नहीं किया गया है। ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ഈ 70 ആഴ്ചവട്ടം യഹൂദിനോടും ജെറുസലേമിനോടുള്ള ബന്ധത്തിലാണ്. അവിടെ ഒരു സഭയുമായിട്ടുള്ള ഒരു ബന്ധവും നമ്മൾ കാണുന്നില്ല. 70 सप्ताह के विषय में जो कुछ बातें बताया है वो यहूदी विषय, यहूदियों के लोग और उनके शहर यरूशलेम के विषय में बताया है। ഓക്കെ. അപ്പോൾ അവിടെ സഭ യുടെ വിഷയമില്ലാത്തത് കൊണ്ട് ഈ കഷ്ടങ്ങളിൽ സഭയില്ല എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നു. वहां पर भी कलीसिया का विषय में कुछ भी संबंधित बात बताया नहीं, इसलिए हम ये साबित करते हैं कि कलीसिया उपद्रव काल से नहीं होकर നമ്മുടെ गुजरे। കർത്താവ് മഹാക്ലേശത്തെക്കുറിച്ചും മഹാപീഡയെക്കുറിച്ചുള്ള സംസാരത്തിൽ തന്റെ ആ പ്രോഫറ്റിക്കൽ മെസ്സേജ് പറയുമ്പോൾ യേശു പറയുന്നത് നിങ്ങൾ മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും ഇതിനെല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. और यीशु मसीह जो है ये बड़ा उपद्रव काल के विषय में ये बताता है, क्योंकि ये काल में बड़ा उपद्रव होगा, इस काल से बचने के लिए तुम जो है जागते रहना, मनुष्य पुत्र के सामने खड़े होने के लिए योग्य बनो, ജാഗ്തേ इसके लिए रहना. जागते रहो और प्रार्थना करते रहो। ആമേൻ, ആമേൻ. അപ്പോൾ ഏത് സമയം കർത്താവ് വരുമെന്നുള്ള ഒരു വാണിംഗ്, അലേർട്ട് ആ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. तो वहां पर हम एक चेतावनी देखते हैं कि परमेश्वर किसी भी वक्त आ सकता है, इसके लिए तैयारी के साथ रहना है। പിന്നെ തെസ്സലോനിക്ക ലേഖനത്തിലാണ് നമ്മൾ അവിടെ നമ്മൾ കണ്ടത് 5:9 നമ്മൾ കണ്ടത് എന്തുവായിരുന്നു? ദൈവം നമ്മെ കോപത്തിനായിട്ടല്ല, ക്രോധത്തിനായിട്ടല്ല. അപ്പം വിശ്വാസികളെ ഒരിക്കലും ആ ക്രോധത്തിലേക്ക് ദൈവം ഇടത്തില്ല. അവരുടെ രക്ഷയ്ക്കായിട്ട് ആണ് കർത്താവിന്റെ വരൻ. और हमने पहला थिस्सलुनी 5 अध्याय का 9 में ये देखा है कि वहां पर भी प्रभु ये प्रकट कर रहे हैं कि कलीसिया को जो क्रोध के लिए नहीं बल्कि परमेश्वर ने ठहराया है यीशु मसीह के द्वारा उद्धार प्राप्त करे, അവിടെയും इसके लिए सावध അവിടെയും हो। മഹാക്ലേശത്തെക്കുറിച്ചും കഷ്ടതയെക്കുറിച്ചും ഒക്കെ വർണ്ണിച്ച ശേഷമാണ് ഈ വാക്യം പറയുന്നത്. उस अध्याय में भी कष्ट क्लेश के विषय में, उपद्रव के विषय में वर्णन करने के बाद यीशु मसीह प्रकट करता है कि जो है क्रोध के लिए जो है हमें नहीं ठहराया है, बल्कि അവിടെ എഴുതിയിരിക്കുന്ന റാത്ത് എന്ന് പറയുന്നത് മഹാക്ലേശത്തിലുണ്ടാകുന്ന ദൈവിക ന്യായവിധിയെ കുറിച്ചുള്ള വെളിപ്പാട്. और उस अध्याय में जिस रात के विषय में बताया गया है, जिक्र किया है, वो महाक्लेश का समय बताता है। അവിടെ ദൈവം വിശ്വാസികളെ ന്യായം വിധിക്കുന്നില്ല എന്നുള്ള ഒരു അറിവ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരികയാണ്. और पवित्र आत्मा हमें ये जानकारी देते हैं कि विश्वासियों के लिए न्याय नहीं है। പിന്നെ നമ്മൾ 2 തെസ്സലോനിക്കൻ ലേഖനം 2-ാം അധ്യായത്തിന്റെ അകത്ത് മുഴുവനെ എതിർക്രിസ്തുവിന്റെ വിഷയത്തെ കുറിച്ച് ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. അപ്പം അധർമ്മമൂർത്തി അല്ലെങ്കിൽ നാശയോഗ്യന്റെ വരവ്, അത് അതിന്റെ മർമ്മത്തെ കുറിച്ചുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുക. दूसरा थिस्सलुनी 2 अध्याय में विरोधी मसीह का विषय में, वो अधर्म अधर्म पाप पाप का का पुत्र पुरुष, विनाश का पुत्र, विनाश. इस विषय में विस्तार से इस अध्याय में बताया है। നമുക്കറിയാമല്ലോ തെസ്സലോനിക്ക ലേഖനം 2 ലേഖനവും നമ്മൾ പഠിക്കുമ്പോൾ 1-ാം ലേഖനം യേശുവിന്റെ വരവ്, 2-ാം ലേഖനം വിരോധി മസി അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള ക്ലാസ് ഇതിലാണ്, എസ്കറ്റോളജിക്കൽ സ്റ്റഡിയാണ് പൗലോസ് നമുക്ക് തന്നിരിക്കുന്നത്. पौलुस ने एस्केटोलॉजिकल स्टडी के द्वारा पहला थिस्सलुनी यीशु मसीह का दूसरा आगमन और दूसरा थिस्सलुनी विरोधी मसीह के विषय में बताया है। അപ്പൊ ആദ്യത്തിൽ കർത്താവ് വരുന്നതിനെ കുറിച്ച് പഠിക്കുന്നു. 2-ാമത്തെ പുസ്തകത്തിൽ എതിർ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള പഠിപ്പിക്കുകയാണ്. पहला थिस्सलुनी में यीशु मसीह का दूसरा आगमन के विषय में चर्चा किया है, दूसरा थिस्सलुनी में विरोधी मसीह का आगमन के विषय में बताया है। അപ്പൊ അവൻ ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. അതിന്റെ കാരണം പരിശുദ്ധാത്മാവ് അവന്റെ പൂർണ്ണ വെളിപ്പാടിനെ തടഞ്ഞുകൊണ്ട് സഭയെ കാക്കുകയാണ്. സഭയെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവൻ പൂർണ്ണമായിട്ട് ഇവിടെ വെളിപ്പെട്ടു വരുക എന്നാണ് ആ വചനം പഠിപ്പിക്കുന്നത്.
ये वचन हमें ये सिखाता है कि विरोधी मसीह पूरी तरह प्रकट इसलिए नहीं हुआ है क्योंकि रोकने वाला जो पवित्र आत्मा है वो उसके मार्ग को रोक के रखा है। जिस समय कलीसिया पृथ्वी से उठा लिया जाएगा उस समय विरोधी मसीह अपने पूरे सामर्थ्य के साथ अधर्म के साथ प्रकट होगा। ആമേൻ. ആ രണ്ട് വാക്യവും നമ്മളെ അത് ആഴമായിട്ട് പഠിപ്പിക്കുന്നു. और वो दूसरा अध्याय का 7 और 8 ये हमें इस वचनों के द्वारा पता चलता है। ഇവിടെ ലാസ്റ്റ് നമ്മൾ പറയുന്നത് ഈ അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാൻ, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുവാൻ, നിത്യദീപം, ആ വിഷയങ്ങളെല്ലാം പറഞ്ഞ ശേഷം നിന്റെ ജനവും വിശുദ്ധ നഗരത്തിനും 75 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എതിർക്രിസ്തുവിന്റെ ആ വരവിനെ കുറിച്ച് പറയുകയാണ്. അപ്പം ആ അത് പഠിക്കുന്നതിന് മുമ്പ് അപ്പോൾ തന്നെ പറയുകയാണ്, അവനെ തകർത്ത ശേഷം യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് തന്റെ ഭരണം തുടങ്ങുമ്പോൾ ഉള്ള വിഷയങ്ങളെ കുറിച്ചുമാണ് ആ വാക്യത്തിന്റെ 24-ാമത്തെ വാക്യത്തിന്റെ അകത്ത് ദാനിയേലിന് കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലാകാൻ ഇച്ചിരി പാടായിരിക്കും. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഈ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 24, ये 24 जो वचन में हम पढ़ता है, ये दोनों में यीशु की आगमन के विषय और विरोधी मसीह की आगमन के विषय को भी समझाता है. ओके, तो विरोधी मसीह का जो प्रभाव, शक्ति, उसका काम, कार्य, ये सारे विषयों को है, उसको पूर्ण रीति से समाप्त करने के लिए जब यीशु आखिरी जो हफ्ता, जो एक हफ्ता है, उसका आखिरी समय में आकर पूर्ण रीति से पाप और शक्ति को, उसकी प्रभाव को पूर्ण से मिटाएगा और ये पृथ्वी के ऊपर वो राज्य करेगा कर कर बताया है. हमें तो अभी हमारा ये स्टडी में अब हम ये विश्वास करता है, हम रैप्चर के ऊपर भी विश्वास करता है, यीशु मसीह का दोबारा आगमन जो पृथ्वी पे है उस दोनों पर भी विश्वास करता है. കർത്താവിന്റെ മേഘപ്രത്യക്ഷതയിലും നമ്മൾ വിശ്വസിക്കുന്നു, യേശുവിന്റെ മഹത്വ പ്രത്യക്ഷതയായിരിക്കുന്ന ഭൂമിയിലെ വരവിലും നമ്മൾ വിശ്വസിക്കുന്നു. हम जो है यीशु मसीह के बादलों पे आने पर और पृथ्वी पर जब यीशु मसीह राज्य करने के लिए आएंगे, इन दोनों विषय में हम विश्वास करते हैं. ആമേൻ. കർത്താവിന്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. അതിനായിട്ട് വളരെ പ്രാർത്ഥനയോടും ഉറപ്പോടും ഉണർവോടും കർത്താവിനെ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ എല്ലാം സഹായിക്കട്ടെ. परमेश्वर के आगमन के लिए हम सब तैयार हुए, प्रार्थना के साथ स्थिर रहे, जागरूक रहे. इसके लिए प्रभु हम सबों को सहायता करे. ഞാനിവിടെ ഈ വചനം നിർത്തുകയാണ്. നാളെ ഞങ്ങളുടെ കൺവെൻഷൻ തുടങ്ങിയാണ്. സെമിനാർ 3 ദിവസത്തെ. ആൾക്കാരെല്ലാം വന്നിരിക്കുക. പക്ഷെ ഞാനിങ്ങനെ നമുക്ക് വേണ്ടി ഈ സമയം ഇവിടെ വേർതിരിച്ച് ഇരിക്കുകയാണ്. എന്നെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ സഹോദരന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ നേരത്തെ നിർത്തുകയാണ്. എനിക്ക് അവിടെ ചെല്ലേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോറി. അടുത്ത ആഴ്ച നമുക്ക് കുറെ സമയം കൂടെ ഇരിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. थैंक यू पास्टर अंकल. Yeah. क्योंकि कल से पास्टर के सभा में कन्वेंशन है तो पास्टर ആയിക്കോട്ടെ. साहब को अभी जाना बहुत जरूरी है, इसलिए आज क्लास यहाँ जल्दी समाप्त कर रहे और अगले सप्ताह हम कंटिन्यू करेंगे. ओवर टू द होस्ट. थैंक यू पास्टर जी, प्रभु आपको बहुत ही आशीष करे. आज का वचन के द्वारा प्रभु सभी को आशीष करे. आइए हम लास्ट प्रार्थना करके मीटिंग को समाप्त करेंगे. लास्ट प्रार्थना पास्टर बाबू करेंगे और आशीर्वाद भी बोल के हम इस मीटिंग को समाप्त करेंगे. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.